എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് കൈയടി പറയണില്ല. ഷോ യുവർ ലവ് വിത്ത് ദ നോയ്സ്. ഓൾറൈറ്റ്, ഞാന് ഓരോരുത്തരായിട്ട് വിളിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അവർക്കുള്ള സപ്പോർട്ട് കൊടുത്തോളും. ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാന്ന് പറഞ്ഞാൽ തീർച്ചയായും നമുക്കറിയാം ജയ 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 ഹേ എന്ന് പറയുന്ന ഒരു ഒറ്റ ചിത്രം മതി ഒരു സംവിധായകന്റെ കഴിവെന്താണെന്നും എങ്ങനെ ഒരു സാധനം ട്രീറ്റ് ചെയ്ത് വേറെ ലെവലിൽ കൊണ്ടുപോകാന്ന് അറിയിക്കാനായിട്ട്. Ladies and gentlemen, ഹലോ ദുബായ്. ഞങ്ങള് ഈ ഗുരുവായൂരമ്പല നടയിൽ സിനിമ തുടങ്ങുന്നത് ദുബായിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ സിനിമയുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റൊക്കെ ദുബായ് കാണാം നിങ്ങൾക്ക്. അപ്പം ഗുരുവായൂർ ടു ദുബായ് ആ ഒരു കണക്ഷൻ നമുക്കുണ്ട് ഇതിനകത്ത്. ബാക്കി കാര്യങ്ങൾ എല്ലാവരും പറയും. താങ്ക് യു. ഗുരുവായൂർ അമ്പല നടയിലാണെങ്കിലും അപ്പുറത്തെ ബുർജ് ഖലീഫയാണ്. അതിന്റെ നടയിലാണ് നമ്മൾ ആദ്യത്തെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഗുരുവായൂർ അമ്പല നടയിൽ ഇത്തവണ ബുർജ് ഖലീഫയുടെ നടയിൽ നമ്മൾ കാണാൻ വന്നിരിക്കുന്നതെല്ലാം തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരെയാണ്. നൗ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരാളെ വിളിക്കട്ടെ. വാൻ ബേളത്തോടുകൂടി സ്വാഗതം ചെയ്യണം അനശ്വര രാജൻ. എവരിവൺ, ഹലോ ദുബായ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഞാനിവിടെ വരുന്നവരെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ കയറുമ്പോൾ ചെറിയ ടെൻഷനുണ്ട് ഇത്രയും ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത്. അപ്പം ഇന്ന് ഗുരുവായൂർ അമ്പലനടയുടെ ട്രെയിലർ ലോഞ്ചാണ്. ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ ട്രെയിലർ കാണാനും. നിങ്ങളൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഗുരുവായൂർ അമ്പലനട എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടൊരു സിനിമയാണ്. പറഞ്ഞ പോലെ ഈ വരുന്ന 16th സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു പടം എന്ന് ഞങ്ങളോട് പറയാൻ പറഞ്ഞു. സോ ഇറ്റ്സ് ഒരു കുഞ്ഞു പടമാണ് പറയാൻ പറഞ്ഞു. ഒരു കുഞ്ഞു പടമാണ്. അത്ര അങ്ങനെ പറയുന്ന ഒരാളേ ഉള്ളൂ ഇവിടെ. അതാരായിരിക്കും ഞാൻ പറഞ്ഞു തരാം. പിന്നെ അനശ്വര. താങ്ക് യു അനശ്വര. അനശ്വരയ്ക്ക് everyone show love. All right, the next lady in the house, ladies and gentlemen, Nikhila Vimal. ഹലോ ദുബായ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം. യൂഷ്വലി നമ്മളിവിടെ പോസ്റ്റ് റിലീസ് അല്ലെങ്കിൽ റിലീസിനോട് അടുപ്പിച്ചാണ് വരാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ട്രെയിലർ ലോഞ്ചിനായിട്ട് ദുബായിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാവരും കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രെയിലർ കാണാം. അതിനുശേഷം ആർക്കെങ്കിലും നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് സംസാരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതിനേക്കാളും ടെൻഷൻ എന്ന് പറഞ്ഞാൽ 8 മണിക്ക് എന്തായാലും പ്ലേ ആവും. തീർച്ചയായും അതുകൊണ്ട് ഏത് സമയത്തും പ്ലേ ആവാം എന്നുള്ളതാണ്. നമുക്ക് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ പേര് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളോടുള്ള എല്ലാ സ്നേഹവും നിങ്ങൾ അറിയിക്കുക. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ്സ് വെൽക്കം ഹലോ ദുബായ്. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ സിനിമയുടെ ആദ്യത്തെ സീൻ ദുബായിലാണ്. ഞാൻ എൻ്റെ ക്യാരക്ടർ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയായിട്ടാണ്. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിലോട്ട് പോകുന്നതാണ്. ഈ പ്രവാസിക്കാരനെ ഞാൻ വിട്ടുകൊടുക്കാറില്ല സാധാരണ. ഇതിന് ഞാനായി അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. ജയ ജയ ഹേക്ക് ശേഷം വിപിൻ ചേട്ടനുമായിട്ട് വീണ്ടും ഒരുമിക്കുന്നു. അതിലെല്ലാം ഉപരി ഞാൻ എത്രയും റെസ്പെക്ട് ചെയ്യുന്ന ശ്രീ രാജുവേട്ടനുമായിട്ട് ഒരു സിനിമ. അപ്പോൾ അതും ഭയങ്കര സന്തോഷമുണ്ട്. രാജുവേട്ടനാണെങ്കിലും ഇപ്പോൾ സലാറ് പ്രഭാസിന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വലിയ ആർട്ടിസ്റ്റുകളോട് ചെയ്തു വരുന്നു അല്ലേ. അക്ഷയ് കുമാറിന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വളർച്ച ഇപ്പൊ എന്റെ കൂടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതിനുള്ള മറുപടികളൊക്കെ വരും. കുറച്ചുകൂടി സമയം കാത്തിരിക്കണം നമുക്ക്.
അപ്പോ ഇപ്പൊ ട്രെയിലർ ഇപ്പൊ ഇറങ്ങും തോന്നുന്നു. ട്രെയിലർ ലോഞ്ച് ആവാൻ ടൈം ആവാറായി. ഞാൻ ഒറ്റ അടിക്കൊന്ന് ദീപുവിനെയും കൂടി ഒന്ന് ഫ്രണ്ടിലോട്ട് വിളിച്ചിട്ട് ഞാൻ അതിലേക്ക് വരാം. ദീപു, ഇദ്ദേഹം, ഞാൻ സിനിമകളുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒരു കൈയടി തന്നാൽ മതി. കുഞ്ഞിരാമായണം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? കുഞ്ഞിരാമായണം ഉൾപ്പെടെയുള്ള ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളുടെ പറയാൻ പ്രവർത്തിച്ച ദീപു പ്രദീപ് എവരിവൺ. ഹലോ, നമസ്കാരം. ഞാൻ ജന്മം കൊണ്ട് ഒരു യുഎക്കാരനാണ്. ശബ്ദം സൗണ്ട് ഇല്ല. അല്ല, അത് കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് സൗണ്ട് ഇല്ല. സ്പോട്ട് ഡബിംഗ് ആണല്ലേ. നമ്മളെ ആ സമയത്ത് നമ്മൾ അതിന്റെ ബഹളം കൊണ്ട് നിറയ്ക്കണം. Everyone make some noise for the trailer. ആഹാ, ഓരോരുത്തരും കാണിക്കുമ്പോൾ ഇഷ്ടത്തിനുള്ള ബഹളം ഉണ്ടാവട്ടെ കേട്ടോ. കണ്ടോ, ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത്. ഇത് എഴുതി കാണിക്കുന്നത് കാണുമ്പോൾ കൈയടിക്കുകയോ ബഹളം വയ്ക്കുകയോ വേണം. അതാണ് വേണ്ടത്. യെസ്, കൈയടിച്ചാൽ മതി. ശേഷം മൊബൈൽ നിറച്ചു വരും കേട്ടോ. റെഡി? നിങ്ങൾ അപ്പോഴും ആലോചിക്കണം, ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് ഇന്നേ വരെയും കാണാനൊരു അവസരം ഉണ്ടായിട്ടില്ല. ഇനി ഇതൊരു മ്യൂട്ടിൽ കണ്ട ആൾക്കാര് ഫുൾ വോളിയത്തിൽ കാണാൻ പോവാണേ. അപ്പൊ 2 പ്രാവശ്യം നമ്മൾ ട്രെയിലർ ലോഞ്ച് ചെയ്തു. അല്ല, അത് കാണാൻ പറ്റുമോ? സൗണ്ടിൽ കാണാൻ പറ്റുമോ? ഐ റിയലി ഡൗട്ട്. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ സൗണ്ട് മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. അതെ, ട്രെയിലർ ശബ്ദമില്ലായിരുന്നു. കണ്ടത് ഇഷ്ടമായി. എന്നാ ഒരു വലിയ കൈഡിയാണ്. നമ്മൾ ആ ശബ്ദത്തിൽ അത് പ്ലേ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നറിയോ? ഇത്രയും കണ്ട നിങ്ങൾ നമുക്ക് ഇത്രയും യൂട്യൂബ് വ്യൂസ് ഉറപ്പായി. കാരണം എന്തായാലും നിങ്ങൾ പോയി ചെന്ന് യൂട്യൂബിലും കാണുമല്ലോ എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഗുഡ് ഐഡിയ പൃഥ്വി. റൂഡ്ലി ഇന്ററപ്റ്റഡ് യു. പ്ലീസ് എല്ലാവരും നല്ലൊരു കാര്യം. ദീപുനെ വൺസ് മോർ നമസ്കാരം. അപ്പോൾ ദുബായിൽ വന്ന് ഇത്രയും നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. എല്ലാവരും ഇതിനു വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. കാണാൻ ഇതേപോലെ പറഞ്ഞ ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രവാസി നാട്ടിലേക്ക് കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പോൾ സിനിമ തുടങ്ങുന്നത് ഇവിടെയാണ്, ദുബായിലാണ്. അപ്പോൾ നമ്മൾ ഈ ട്രെയിലർ ലോഞ്ചും ഇവിടെ തന്നെ ആയത് ഒരു നിമിത്തമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട്. താങ്ക് യു ദീപു. താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത ആളിനെ വിളിക്കണമെങ്കിൽ ഇത് പോരാ. നമുക്ക് നിങ്ങളുടെ ഫുൾ എനർജി അറിയണം. ഞാൻ ആ പേര് പറയുന്ന സമയത്ത് ഇവിടുത്തെ എല്ലാരും എല്ലാ കടയിൽ നിന്നും ആൾക്കാർ ഇറങ്ങി വരണം. Ladies and gentlemen, please put your hands together.